നമസ്കാരം. ഇത് ഒരു പൊട്ടുവെള്ളരിയുടെ പാടത്താണ് ഞാൻ പോയേക്കണേ. എന്തൊരു ഭംഗിയാണെന്നറിയോ! നല്ല ഭംഗിയുള്ള ഒരു പാടം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. മൂപ്പര് തന്നെയാണ് ഈ കൃഷി നടത്തുന്നത്. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇക്കൊല്ലം കുറച്ചൊന്ന് ലേറ്റായി. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത സമയത്ത് ഒന്ന് മഴ പെയ്തുല്ലോ, അത് കാരണം. സാധാരണ ഡിസംബറിലാണ് ഇതിൻ്റെ വിത്തൊക്കെ പാവുക. എന്നിട്ട് ജാനുവരി ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ആവും. ഇത്തവണ ഒരു കുറച്ച് മഴ ഇടയിൽ വന്ന കാരണം എന്തൊരു ഭംഗിയാണെന്നറിയോ! ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം. ഞാൻ ഏർലി മോർണിംഗ് 6 o'clock ആയപ്പോഴേക്കും പാടത്തെത്തി. അപ്പോൾ പാടത്തെത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നിറച്ചുണ്ട്. നമ്മുടെ ഈ കുക്കുംബർ ഉണ്ടല്ലോ, സാലഡ് കുക്കുംബർ, അതിൻ്റെ ഒരേ ഫാമിലി തന്നെയാണ് ഈ പൊട്ടുവെള്ളരി. ഞാൻ അന്വേഷിച്ചപ്പോൾ പൊട്ടുവെള്ളരി തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, ചില ഭാഗത്തൊന്നും ഇല്ല. ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ വന്നിട്ട് പൊട്ടുവെള്ളരി അന്വേഷിച്ച് വന്നിരിക്കുന്നു. എന്നുവെച്ചാൽ അവിടെയൊന്നും ഇല്ല അത്രേ. ഇതേ നോക്കൂ, ഈ പൊട്ടുവെള്ളരി കണ്ടില്ലേ, ഇലയുടെ ഇടയിൽ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. അപ്പം അത് ഒന്ന് വലുതാവുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ പാള വെച്ച് കൊടുക്കും. അല്ലാന്ന് വെച്ചാൽ അതുമ്പോൾ തന്നെ കിടന്നിങ്ങനെ പൊട്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിള്ളും. അത് മൂപ്പെത്തി പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്വാദാണ്, ഒരു നെയ്യിൻ്റെ സ്വാദാണ്. കണ്ടില്ലേ, ഓരോ ഇതിലും കെടുക്കണ കണ്ടില്ലേ, അങ്ങനെ. അപ്പോൾ അത്ര സ്വാദാണ് ഇത്. ചൂടുകാലത്ത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല സ്വാദാണ്. പണ്ടൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കുക ചെയ്യുക. പിന്നെ അവർ മിക്സിയിലിട്ട് അടിച്ച് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് കുടിക്കണം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അടുത്ത് ഞാൻ ബോംബെയിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ കണ്ടേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ പോയാലും കിട്ടും. ഈ പൊട്ടുവെള്ളരി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് അതിങ്ങനെ ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. കംപ്ലീറ്റ് അടിച്ച് ജ്യൂസാക്കരുത്, കടിക്കാൻ കിട്ടണം. അങ്ങനെ കഷ്ണാക്കിയിട്ട് അതിലിത്തിരി നാളികേരപ്പാലൊഴിച്ച് പിന്നെ ശർക്കര പാനിയാക്കിയത് ഒഴിച്ച് ഇത്തിരി ഏലക്കായ ഇട്ട് അത് കുടിക്കാം. ചിലവരതിൽ അരി വറുത്ത് പൊടിച്ചിട്ടിടും, പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് വെറുതെ ഇങ്ങനെ നാളികേരപ്പാലിൽ ശർക്കര പാനി ഒഴിച്ച് ഇത്തിരി ഏലക്കായൊക്കെ ഇട്ട് തണുപ്പിച്ച് കഴിക്കാൻ എന്തൊരു സ്വാദാണെന്നറിയോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പാടത്ത് ഇങ്ങനെ പൊട്ടുവെള്ളരി ഇങ്ങനെ വിളഞ്ഞ് കിടക്കുന്നത് കാണാൻ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതിൻ്റെ ചെറുത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കണ്ടില്ലേ, നോക്കൂ, ഇത് പൊട്ടിയേക്കണ കണ്ടില്ലേ, വിണ്ടേക്കണു, മൂത്ത് കംപ്ലീറ്റ് അത് വിണ്ട് ഇങ്ങനെ, അത് ശരിക്കൊരു നെയ്യ് പോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് ടേസ്റ്റ് മധുരോ പുളി അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിൽ ഈ നാളികേരപ്പാലും ശർക്കര പാനിയും ഒക്കെ ഒഴിച്ചിട്ട് കണ്ടില്ലേ, നോക്കൂ, നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്ത് ഹൈ ഹീൽ ചെരുപ്പിട്ട് നടന്നിട്ട് ക്ലേ സോയിലല്ലേ, അപ്പോൾ കാലൊന്ന് ട്വിസ്റ്റായി ആ സമയത്ത്. ഇല്ലാണ്ട് ഞാൻ വിചാരിച്ചു ഫ്രാക്ചറായിന്ന്. പക്ഷെ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് പോയിട്ട് കണ്ടില്ലേ, വെള്ളരി കിടക്കണ കണ്ടില്ലേ, ഓരോ ഇലയുടെ അടിയിലും വലിയ 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 വെള്ളരി. അയ്യോ, കണ്ടാൽ നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ച തന്നെയാണ്. വലിയൊരു പാടം. ആ പാടത്ത് ഇത് ഇത്രയും ഭംഗിയായിട്ട് പൊട്ടുവെള്ളരി. മുരളിയുടെയാണ്, എൻ്റെ ഫ്രണ്ടാണ് മുരളി. എൻ്റെ സഹായത്തിനും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അറിയാം മുരളിക്ക്. കൃഷിയെ പറ്റിയിട്ട് എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും മുരളിക്ക് അറിയാത്ത കാര്യങ്ങളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരു എന്നൊക്കെ പറയാം എൻ്റെ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നതും ബോംബെയിൽ നിന്ന് വന്നിട്ട് പല സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് മുരളി തന്നെയാണ്. അപ്പോൾ മുരളിയുടെ ബ്രദറുണ്ട് അവിടെ, സോമൻ, പിന്നെ മുരളിയുടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അവരൊക്കെ എനിക്കറിയാം. ഇവിടെ എനിക്ക് വീട് പണി സമയത്തൊക്കെ വരാറുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ. കണ്ടില്ലേ, ഇപ്പം ഇതൊക്കെ എടുക്കണ കാണുമ്പോൾ നമുക്ക് തോന്നും അത് വെറും ഒരു സാലഡ് കുക്കുംബറാണ്. സാലഡ് കുക്കുംബറും ആ കുട്ടി നട്ടിട്ടുണ്ട് ആ സൈഡിൽ. ഇത്ര ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ഭംഗി തോന്നും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല, അത്ര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, നല്ല ഇത് കണ്ടില്ലേ, മുരളി ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കുന്നത് മുരളിയാണ്, മുരളിയുടെ പാടാണ്. പാടത്ത് മുരളിയെല്ലാം കണ്ടില്ലേ, ഒരു പാളയിൽ പൊട്ടുവെള്ളരി പൊട്ടി ഇരിക്കണ കണ്ടില്ലേ. ഇങ്ങനെ പൊട്ടണം, അത് തന്നെത്താനിരുന്നിങ്ങനെ പൊട്ടും. അപ്പോഴാണ് അത് നല്ല സ്വാദ്. അപ്പം ഞാൻ ചോദിച്ചു, വല്ല പാമ്പൊക്കെ എഴുതുമോയെന്ന് വെച്ചാൽ ഇത്രയും കാട് പോലൊക്കെ എടുക്കില്ലേ. അപ്പോൾ പറയുന്നു തണുപ്പ് കാലത്ത് പാമ്പുണ്ടാവില്ല അത്രേ. അപ്പോൾ കണ്ടില്ലേ പൊട്ടുവെള്ളരി കണ്ട.
വലിയ വലിയ നിറച്ച്. അന്ന് ഞാൻ ചെന്നപ്പോൾ ഓരോരോ സൈഡിലായിട്ട് കുറേ 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 പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മുരളിയിട്ടാ, എൻ്റെ ഫ്രണ്ട്. കണ്ടില്ലേ, മുരളിയുടെ ബ്രദറും ഉണ്ടായിരുന്നു അവിടെ, ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എന്താ പറയുക, എന്തൊരു ഭംഗിയായിരുന്നു കാണാനെന്നറിയോ. കാണാനൊരു പ്രത്യേക തണുപ്പും ഉണ്ടല്ലോ, തണുപ്പ് സമയത്ത് നല്ല പോലെ ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഫോഗ് പോലെയുണ്ട്, ഏറ്റവും അറ്റത്ത് നോക്കുമ്പോൾ. കണ്ടില്ലേ, ഓരോ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അതിൽ പൊട്ടുവെള്ളരി ഉണ്ടോയെന്ന് സംശയം തോന്നും. എന്ന് വെച്ചാൽ ഇലയുടെ അടിയിൽ കിടക്കുമ്പോഴേ ഒരേ കളറല്ലേ, അപ്പോൾ അത് കാരണം ഒട്ടും മനസ്സിലാവില്ല. കണ്ട അതൊരു ബ്ലേഡ് കൊണ്ട് അതിൻ്റെ തണ്ട് മുറിച്ച് ഇങ്ങനെ എടുക്കും. കണ്ടുവോ, എന്തൊരു രസമായിട്ടാണ് കാണണേ. നോക്കൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നിറച്ചു വലിയൊരു പാടാണ്, ഈ അറ്റന്ന് ആറ്റം വരെയുണ്ട് പാടം. കണ്ടില്ലേ, പൊട്ടുവെള്ളരി ഞാൻ പിടിച്ച് നിൽക്കണം. ഇത്രയും വലിയൊരു പൊട്ടുവെള്ളരി പൊട്ടിച്ച് എൻ്റെ കയ്യിൽ തന്നു. നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ, നല്ല ഭംഗി. അത് അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തത് അങ്ങോട്ട് കഴിക്കാൻ, കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്. അത്രയും പൊട്ടുവെള്ളരി ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലൊക്കെ അത് കണ്ടോ, മഞ്ഞ കളറുള്ള പൂവ്. ഇത് ഈ നമ്മുടെ വിഷുവിന് കണി വയ്ക്കുന്ന വെള്ളരിയില്ലേ, എന്താ പറയുക, കണ്ണി വെള്ളരി, അതിൻ്റെയൊക്കെ സെയിം ഫാമിലിയാണ് ഇവരൊക്കെ. കുക്കുമ്പറായാലും അതൊക്കെ ഒറ്റ ഫാമിലി. ഇല കണ്ട് പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇതിനെപ്പറ്റി അറിയണവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഇതിൻ്റെ കുരു അന്ന് കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടേ കുരു കളഞ്ഞിട്ട് 2 വലിയതായിട്ട് മുളച്ച് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്, ചൂടുകാലല്ലേ, അതുകൊണ്ട് അറിയില്ല കേട്ടോ ഉണ്ടാവുമോ ഇല്ലേന്ന്. പടർന്ന് പോയിട്ടുണ്ട്. കണ്ടില്ലേ പാടം, കണ്ട ഇത് നല്ലപോലെ പൊട്ടി, അത് അതുമ്പോൾ തന്നെ കിടന്ന് പൊട്ടിയേക്കണതാ, അല്ലാണ്ട് പറിച്ചിട്ടില്ല കേട്ടോ അത്. അപ്പോൾ അവിടെ തന്നെ കിടന്ന് പൊട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു മുരളിയോട്, മുരളി പാമ്പ് അങ്ങനെ ഉണ്ടാവുമോ എന്ന്. അപ്പോൾ പറഞ്ഞു പാമ്പ് ഈ തണുപ്പ് സമയത്ത് ഉണ്ടാവില്ല അത്രേ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. അത് കണ്ട വേറൊരു വെള്ളരി കണ്ടില്ലേ, പൊട്ടുവെള്ളരി എന്തൊരു ഭംഗിയാന്നറിയോ. കണ്ട അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിഞ്ഞേ, എല്ലായിടത്തും ഉണ്ടാവില്ല അത്രേ. തൃശ്ശൂര് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കടയിൽ ചെന്നപ്പോൾ കോഴിക്കോട് നിന്ന് ഒരാൾ വന്നിട്ട് പൊട്ടുവെള്ളരി വാങ്ങിക്കാൻ വന്നു. അപ്പം അയാൾ പറയുന്നു ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും ഇല്ല, അതെങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു. ഞങ്ങൾ പഠിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാക്കുക എന്ന് ശരിയാ. ഭയങ്കര സ്വാദാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് കഴിച്ചത്. 2017 നാട്ടിൽ വന്നപ്പോൾ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ്. അതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ എന്താ പറയുക, അരയ്ക്കാൻ പാടില്ല, അതിലിങ്ങനെ കടിക്കാനിങ്ങനെ കെടുക്കണം ഓരോരോ ക്യൂബ്സായിട്ട്. അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ടേസ്റ്റി ജ്യൂസാന്നറിയോ പൊട്ടുവെള്ളരിയുടെ. നല്ല സ്വാദാണ്, തണുത്തത് നമ്മൾ ചൂട്ടത്തുനിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റിയൊരു ഫെബ്രുവരി 23 നിൽക്കും ഒരു, പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. അപ്പം ഞാൻ പാടത്ത് കൊണ്ടുപോയി കാണിച്ചാക്കാൻ പറ്റും. എത്ര നിറച്ചുണ്ട് പൊട്ടിച്ച് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയാവും. അതുപോലെ ജ്യൂസ് കണ്ടോ, അന്ന് ഓരോ ഇലയുടെ ഇടയിലും ജ്യൂസ് ഉണ്ട്. അവിടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ വാരം കോരിയിട്ടേ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റും. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇത് കണ്ട ഒരെണ്ണം പൊട്ടുവെള്ളരി അത് പൊട്ടിയിട്ട് ഞാനത് ഒരു കഷ്ണം അതിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു വല്ല പാമ്പെങ്ങാനും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ പറഞ്ഞു ഇല്ല, പാമ്പൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, ജസ്റ്റ് അത് പൊട്ടിയിട്ടേ ഉള്ളൂ. അത് കഴിക്കാൻ ഭയങ്കര സ്വാദ്, പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, നല്ല സ്വാദുണ്ട്. ഇടയിലിങ്ങനെ വാരം കോരിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇടയിൽ കൂടെ നടന്നാലല്ലേ അവർക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കംപ്ലീറ്റ് ഇതാവുമ്പോൾ ഒരു കാലെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയിട്ടുള്ള വെള്ളരി ആവുമ്പോൾ നമുക്കത് ഇതായി പോവുമല്ലോ. അപ്പോൾ തന്നെ ഇടയിൽ ഗ്യാപ്പുണ്ട്. ക്ലേ സോയിലാണ് കേട്ടോ, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീഴും. ഞാൻ നടന്നിട്ട് എൻ്റെ കാല് എന്നുവെച്ചാൽ ഇതിന് നല്ലപോലെ വെള്ളം വേണമല്ലോ, വെള്ളത്തിലല്ല വെള്ളം വേണ്ടത്. കണ്ടില്ലേ, ഇത് മുരളിയുടെ ബ്രദറാണ് സോമൻ, പൊട്ടിച്ചിട്ട് വരുന്നതാണ്. അവിടെ സൈഡിൽ കൊണ്ടുവയ്ക്കാൻ വരുന്നത്. വലിയ 3 എണ്ണം കയ്യിലുണ്ട്. കണ്ട
ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു കയ്യിൽ. ഇനി എത്ര വലുതാന്ന് നോക്കൂ. നല്ല വലിയ ഫോട്ടോ വിളിക്കാക്ക. നല്ല ഭംഗി. ഇത് മുരളിയുടെ ബ്രദറാണ് കേട്ടോ, സോമൻ. മുരളിയുടെ പാടത്ത് ഞാൻ പോയി എല്ലാ കൊല്ലവും പോവാ. അന്ന് ബോംബെ നിന്ന് വന്നപ്പോൾ ഞാൻ കണ്ട മുരളിയുടെ കയ്യിലിരിക്കുന്നത് പൊട്ടി തുടങ്ങി, വിണ്ടു തുടങ്ങി. ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വിള്ളാന്നല്ലേ നിങ്ങളൊക്കെ പറയാ, അല്ലേ? പൊട്ടും ഇങ്ങനെ ശരിക്കും അതിന്റെ സ്കിന്നിങ്ങനെ പൊട്ടി വരും. അതിനാണ് സ്വാദ്. അത് പെട്ടെന്ന് അത് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ പൊട്ടിയിരിക്കല്ലേ. മിക്സിയിലിട്ട് അടിച്ചിട്ട് കുടിക്കാൻ വലിയ സ്വാദില്ല, വെള്ളം പോലെ ഇരിക്കും. ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നാളിപ്പാലൊക്കെ ഒഴിച്ചിട്ട് ശർക്കര പാനി കഴിക്കുമ്പോ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെ. പൊട്ടുവെള്ളം ഒരു സ്വാദാന്നറിയോ? സ്വാദ് മാത്രമല്ല, ആ പാടം കാണാൻ പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇത്രയും പ്രകൃതി ഭംഗി ഒന്നും എവിടെയും പാടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ഒരു പ്രകൃതി ഭംഗി നോക്കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി 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 കിടക്കണ പോലെ. മുരളി എനിക്കൊരു പൊട്ടുവെള്ളരി തന്നു ഐശ്വര്യമായിട്ട്. അവരത് വിൽക്കണതാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗോണി മേടിക്കാന്ന് പറയാം, ഗോണി. അപ്പോൾ അതുപോലെ ഞാൻ വാങ്ങിച്ചു കയ്യിൽ. അന്നത്തെ ദിവസത്തെ കച്ചവടം മുരളിയുടെ നന്നാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചു. ഇത് മുഴുവൻ പൊട്ടിച്ചിട്ട് ഇത് ഒരു സൈഡിൽ ഓരോരോ സൈഡിലായിട്ട് അവർ കുറേ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? പാളയിൽ വെക്കും. എന്നിട്ട് ഈ പാളയിൽ വെച്ചിട്ട് വാഴയുടെ നൂലോ വാഴയുടെ ഞാരുണ്ടല്ലോ അതിട്ടിട്ട്